ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ ബീഫ് വരട്ടിയതാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി 20 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ അരിഞ്ഞ് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 4 കഷ്ണം വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി ചേർക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി ചേർക്കുക, ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർക്കുക. 3 പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ബീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബീഫ് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ഞാനത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് ബീഫ് വേവിക്കുന്നത്. അതിനായിട്ട് നമ്മൾ കുക്കറിലേക്ക് അരച്ച് വെച്ച ഈ മസാല ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കണം. ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. മസാല ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എടുത്തു വെച്ച ബീഫ്, ഞാനിപ്പോൾ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മസാലയെല്ലാം ബീഫിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു
5 വിസിൽ അടിക്കട്ടെ. 5 വിസിലാണ് ഞാനിപ്പോൾ ഇവിടെ ഞാൻ മേടിച്ച ബീഫിന് 5 വിസിൽ മതിയാകുമായിരുന്നു. നിങ്ങൾ 5 വിസിൽ അടിച്ചതിന് ശേഷം നോക്കുക. 4 മുതൽ 5 വിസിൽ വരെ അടിച്ചിട്ട് നിങ്ങൾ നോക്കുക ബീഫ് വെന്തിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ വീണ്ടും വേവിക്കുക. ഇനി നമുക്ക് ബീഫ് വരട്ടുന്നതിനായിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്നു വരണം. നല്ല കളറെല്ലാം മാറി നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ബീഫ്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇളക്കി കൊടുത്ത് എണ്ണ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും അത് വഴറ്റി മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ വഴറ്റിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.